മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഓഫീസ് പ്രിൻസിപ്പൽ ഒഴിപ്പിച്ചതിൽ വ്യാപക പ്രതിഷേധം. കോളേജിൽ അധികാര ദുർവിനിയോഗമാണ് നടക്കുന്നതെന്ന് കവി ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആരോപിച്ചു. കോളേജിലേത് ബുൾഡോസർ നീതിയാണെന്നും ചരിത്രരേഖകൾ നശിപ്പിച്ച പ്രിൻസിപ്പലിനെ UP പോലുള്ള സംസ്ഥാനത്തിലേക്ക് സ്ഥലം മാറ്റുകയാണ് ചെയ്യേണ്ടതെന്നും NS മാധവനും വിമർശിച്ചിരുന്നു. അർജുൻ മട്ടന്നൂർ തുടരുന്നുണ്ട്. അർജുൻ, ഇപ്പോൾ എന്താണ് പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നത്? എങ്ങനെയാണ് ഈ ഓഫീസ് ഒഴിപ്പിച്ചതിനെ മറ്റുള്ളവർ കാണുന്നത്? പ്രതിഷേധം എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്ന ഒരു സാഹചര്യമാണല്ലോ. വിനീത, മഹാരാജാസ് കോളേജിൽ 1989 മുതൽ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അനുവദിച്ചിരുന്ന മുറിയാണ് അപ്രതീക്ഷിതമായി പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിൽ ഒഴിപ്പിച്ചത്. തുടർന്ന് അത് ക്ലാസ് മുറിയാക്കി മാറ്റുകയും ചെയ്തിരുന്നു. അതിൻ്റെ താക്കോലില്ലാത്തതുകൊണ്ട് തന്നെ പൂട്ടടക്കം പൊളിച്ചുകൊണ്ട് അതിക്രമിച്ച് കയറി ഇക്കഴിഞ്ഞ 7-ാം തീയതിയാണ് ഇത്തരത്തിൽ കോളേജിലെ ഈ മുറി, അതായത് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ MCOSA ഓഫീസാണ് പ്രിൻസിപ്പൽ ഒഴിപ്പിച്ചത്. ഇതിന് പിന്നാലെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു. ഈ ഘട്ടത്തിൽ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായ തോമസ് ഐസക് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടുകയും അനുരഞ്ജനത്തിന് ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കോളേജ് അധികൃതർ വഴങ്ങിയില്ല. അതിന് പിന്നാലെയാണ് വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുന്നത്. നേരത്തെ തന്നെ NS മാധവൻ അടക്കം ഇത്തരത്തിൽ ബുൾഡോസർ നീതിയാണ് ഇവിടെ നടക്കുന്നത് എന്ന് വിമർശിച്ചിരുന്നു. ഈ പ്രിൻസിപ്പലിനെ UPയിലേക്ക് സ്ഥലം മാറ്റണം എന്നടക്കം എക്സിലൂടെ NS മാധവൻ വിമർശിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബാലചന്ദ്രൻ ചുള്ളിക്കാടും വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറയുന്നത് ഈ കോളേജിലെ ഈ മുറി ഒഴിപ്പിച്ചത് അതിക്രമിച്ച് കയറി വിലപ്പെട്ട ചിത്രശേഖരം നശിപ്പിക്കുകയും ചെയ്ത സംഭവം ഞെട്ടിപ്പിക്കുന്ന അധികാര ദുർവിനിയോഗമാണ് എന്നാണ് കവിയായ ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറയുന്നത്. ചരിത്രത്തോടും ഭാവിയോടും ചെയ്ത ഈ പാതകത്തിൽ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ദുഃഖവും പ്രതിഷേധവും രേഖപ്പെടുത്തുന്നു എന്നും ബാലചന്ദ്രൻ ചുള്ളിക്കാട് പറയുന്നുണ്ട്. എന്തായാലും നേരത്തെ നടൻ മമ്മൂട്ടി അടക്കമുള്ളവർ ഉള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയ്ക്ക് കാലങ്ങളായി കോളേജിനുള്ളിൽ അനുവദിച്ചിരുന്ന ഒരു മുറിയാണ്. അവിടെ ചരിത്ര രേഖകളുണ്ട്, ഫോട്ടോകളുണ്ട്. ഇവയെല്ലാം തന്നെ കമ്പ്യൂട്ടർ അടക്കമുള്ള മുഴുവൻ രേഖകളും അവിടെ നിന്ന് മാറ്റിയ ശേഷമാണ് ഇത്തരത്തിൽ അത് ക്ലാസ് മുറിയാക്കി മാറ്റിയത്. അതിനാണ് ഇപ്പോൾ തുടർച്ചയായി പ്രതിഷേധം ഉയരുന്നത്. വിനീത, ശരി. അർജുൻ മട്ടന്നൂരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.